ഇത് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ കണ്ടപ്പോഴേ ഞാൻ ഈ മുറി തുടയ്ക്കുന്ന പുതിയൊരു സംഭവം. പുതിയെന്ന് നമ്മൾ നേരത്തെ ഈ മോപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിഴിയുന്ന സാധനമല്ലേ ഉള്ളൂ. അതെൻ്റെ ഉണ്ട്. എൻ്റെ ഇവിടെ ഉണ്ടോ? ഇല്ല, സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിങ്. അവരിങ്ങനെ കാണിക്കുന്നു, ഇതിങ്ങോട്ട് മടക്കി വെച്ച് ഇങ്ങനെ ആക്കി ഉടനെ ഇങ്ങനെയല്ല ആക്കുന്നത്, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഇത് അങ്ങറ്റം പോയി ഇത് വൃത്തിയാകും എന്ന് പറഞ്ഞ് കാണിച്ച സാധനം ഇത്. പക്ഷേ ഉണ്ടല്ലോ, ഇതിനകത്ത് ഇത് കയറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് കയറ്റിയൊക്കെ വെച്ച് ഇവിടെ തള്ളി പതുക്കെ നോക്കി ഇതിൻ്റെ ഇവിടെ പിടിക്കണം, വലിക്കണമായിരിക്കും ഇവിടെ പിടിച്ചിട്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇത് വരുന്നില്ല. ഇങ്ങനെ വന്ന് ആക്കിക്കഴിഞ്ഞാൽ പിന്നെയും പോകും. കണ്ടോ, നമ്മളവർക്ക് ഇവിടെ വരുമ്പോൾ ഇത് ശരിയാവും. പിന്നെയും പിടിച്ച് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അവർക്ക്? പറ്റിക്കലാണ്. ആരും മേടിക്കരുത്. ഈ പരസ്യം കുറെ വരുന്നുണ്ട് ഇൻസ്റ്റയില്. അതിന് നീളവും ഇല്ല, വീതിയില്ല കേട്ടോ. ഇതിന് ഇത്ര നീളം, ഇതിന്റെ വീതിയുണ്ട്, ഇത്രേ ഉള്ളൂ. ഇതൊന്നും പോരാ ക്ലീനിങ്ങിന്, ഇത് ഉടായിപ്പാ. അപ്പൊ ആര് കണ്ടാലും ഈ പ്രോഡക്റ്റ് മേടിക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ക്ലീനിങ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വീടൊക്കെ വൃത്തിയാക്കാമല്ലോ. എൻ്റെ ഈ സാധനമൊക്കെ ഉണ്ട്. എന്നാൽ എനിക്കിത് വെറൈറ്റി ആയിട്ട് തോന്നിയോണ്ടെന്ന് മേടിച്ചതാണ്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങളോട് ഒരു ക്രേസ് ഉണ്ട്. ക്ലീനിങ്, ഹാർപ്പിക്ക്, അതൊക്കെ അതൊക്കെ കാണുമ്പോൾ ഞാൻ മേടിക്കും. പിന്നെ തുണി അലക്കുന്ന സോപ്പ് എണ്ണ മേടിക്കും. ഇവിടെ വേറെ 3-4 ടൈപ്പ് ഇതുണ്ടോ തൂത്ത് തുടയ്ക്കാനുള്ള സാധനങ്ങൾ. അപ്പം അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ മോപ്പ്. സാധാരണ മോപ്പില്ല, അതിനകത്ത് നീളം കൂടുതൽ വേണം. ഇത്രയും ലെങ്ത് ഉള്ളത് കിട്ടും. ചെറുത് മേടിക്കരുത്. ചെറുത് മേടിച്ചാൽ നമ്മൾ നേരത്തെ തുടയ്ക്കുമ്പോൾ ഒരു വീതി കിട്ടത്തില്ല, വെയിറ്റ് കിട്ടത്തില്ല. മറ്റേ വലുത് മേടിച്ച് കഴിഞ്ഞാൽ ഒറ്റ തുടക്കി പരിപാടി കഴിയും. അപ്പോൾ അത് പെട്ടെന്ന് ക്ലീൻ ആവും. ഇങ്ങനെ കുറേ പ്രാവശ്യം ഇട്ട് ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഞാനൊരു ഇച്ചിരി ഇങ്ങനെ വീതി കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വീതി കാണുന്നത് ഞാൻ വിചാരിച്ചു. ഈ സാധനം കണ്ടോ, ഇതുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്ക്, കണ്ടോ? ഇതിപ്പോ തുടയ്ക്കാനാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്, ഇത് തൂക്കാൻ. ഈ സാധനം ഇത്രയും വ്യത്യാസമുണ്ട്. വില 1500 രൂപ. വലിയ തുച്ഛം. ഗുണമോ മോശം? വില തുച്ഛമാണെങ്കിലും കുഴപ്പമില്ലെന്ന്. അങ്ങനെ നല്ല നല്ല രീതിയിൽ ഊമ്പിക്കുന്നുണ്ട്. ഏതൊരാളായി ഇൻസ്റ്റയിൽ ഇത് കണ്ടാലും മേടിക്കരുത്. മേടിക്കരുത് പറഞ്ഞാൽ 100% മേടിക്കരുത്. ഞാൻ റിപ്പോർട്ട് അടിക്കാൻ പറ്റിയ, എനിക്ക് ആ സൈറ്റ് പിന്നെ ഞാൻ കണ്ടില്ല, അല്ലെ ഞാൻ അടിച്ചേര്. കണ്ടോ കാണിക്കുന്നത്? അപ്പോൾ ഇത് ഇവർ കാണിച്ചനുസരിച്ചുണ്ടല്ലോ. ഇങ്ങനെ വെച്ചു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ എടുത്ത് കഴിഞ്ഞെന്ന് ഇത് പറിച്ച് കളയാനായി. ഇപ്പൊ അടിച്ചങ്ങ് പൊട്ടിക്കുക. വേണ്ടതാ, പോട്ടെ, പിന്നെ ഇവിടെ ഇരിക്കണ്ടേ, വന്നല്ലേ. ഇപ്പൊ തന്നെ അടിച്ചു പൊട്ടിക്കണോ അല്ലേ? കാണിച്ച് വെച്ചേക്കുവാ. തിരിച്ചു വരുന്നില്ലേ? വന്ന് അതിന് അനങ്ങൊക്കെ ചെയ്യും കേട്ടോ.